പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പന്നിക്കണിയിൽ മനുഷ്യജീവനുകൾ പൊലിയുന്നത് നിലമ്പൂരിൽ ഇത് ആദ്യമായിട്ടല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ചില കണക്കുകൾ കൂടി നമുക്കൊപ്പം വന്നിട്ടുണ്ട്. കഴിഞ്ഞ 8 മാസത്തിനിടയിൽ 6 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. നിലമ്പൂരിലും ഇത് ആദ്യത്തെ അനുഭവമല്ല. മെയ് മാസം 26-ാം തീയതിയാണ് നിലമ്പൂർ വല്ലപ്പുഴയിൽ മീൻ പിടിക്കാൻ പോയ അബ്ദുൾ റഷീദ് പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചത്. അന്ന് നമ്മൾ ഈ കണ്ട കോലാഹലങ്ങളൊന്നും കണ്ടില്ല. അനന്തുവിന് ജീവൻ നഷ്ടമായതിന് സമാനമായ സാഹചര്യത്തിലാണ് അബ്ദുൾ റഷീദും മരിച്ചത്. സമാനമായ സാഹചര്യം തന്നെയാണ്. വിവരങ്ങളുമായി അലി അക്ബർ ഷാ ഇപ്പോൾ അബ്ദുൾ റഷീദിന് അപകടം പറ്റിയ സ്ഥലത്ത് നിന്നും തത്സമയം ചേരുന്നുണ്ട്. അതായത് അനന്തുവിന് എങ്ങനെയാണോ അപകടമുണ്ടായത്, സമാനമായ സാഹചര്യത്തിലാണ് അബ്ദുൾ റഷീദിനും അപകടം സംഭവിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അലി അക്ബർ ഷാ അത് വിശദീകരിക്കും. അലി അക്ബർ ഷാ, നമ്മൾ ഇന്നലെ അനന്തുവിന് അപകടമുണ്ടായ സ്ഥലം കണ്ടിരുന്നു. ആ സ്ഥലം എന്ന് പറയുന്നത് വനമേഖലയും സ്വകാര്യ മേഖലയും ചേർന്നിരിക്കുന്ന ഒരു പ്രദേശമാണ്. തോടാണ് അപ്പുറവും ഇപ്പുറവും ഉള്ളത്. തോടിനക്കരയും ഇക്കരയും വനമേഖലയും സ്വകാര്യ ഭൂമിയുമാണ്. ആ തോടിന് കുറുകെ ഈ ലൈൻ വലിക്കുകയായിരുന്നു. എങ്ങനെയാണ് അബ്ദുൾ റഷീദിന് അപകടം പറ്റിയത്? അനന്തുവിന് അപകടം പറ്റിയ അതേ രീതിയിൽ തന്നെയാണ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഈ സമാന സാഹചര്യം, അതായത് അനന്തുവിന് എങ്ങനെയാണോ അപകടം പറ്റിയത് അതിന് സമാനമായ സാഹചര്യമാണ് ഈ പ്രദേശത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ മാസം 26-ാം തീയതി, അതായത് കൃത്യമായി പറഞ്ഞാൽ 15 ദിവസം മുൻപാണ് ഈ നിലമ്പൂർ വല്ലപ്പുഴയിൽ അബ്ദുൾ റഷീദിന് ജീവൻ നഷ്ടമാകുന്നത്. ഇവിടെ കാണാം, അനന്തു മരിച്ചു കിടന്ന ആ സ്ഥലത്തിന് സമാനമായ രീതിയിൽ ഇവിടെ ഒരു ചെറിയ തോടുണ്ട്. ഇതിന്റെ സമീപത്തെല്ലാം വീടുകളാണ്. ഇതൊരു ജനവാസ മേഖലയാണ്. ഈ തോട്ടിൽ മീൻ പിടിക്കാനായി സാധാരണഗതിയിൽ ആളുകൾ വരാറുണ്ട്. ഈ മഴക്കാലം തുടങ്ങുന്ന സമയത്തൊക്കെ പുലർച്ചെ ഈ ഭാഗത്ത് ചെറിയ രീതിയിൽ മീൻ പിടുത്തമുണ്ട്. അപ്പോൾ അങ്ങനെ മീൻ പിടിക്കാൻ വേണ്ടി വന്നതാണ് അബ്ദുൾ റഷീദും സുഹൃത്തും. തൊട്ടപ്പുറത്തെ തോട്ടിൽ നിന്നും മീനെല്ലാം നോക്കി സുഹൃത്ത് വീട്ടിലേക്ക് മടങ്ങിപ്പോയി. അബ്ദുൾ റഷീദ് ഈ ഭാഗത്തേക്ക് വന്നപ്പോഴാണ് ഇവിടെ ഒരു വീട്ടിന്റെ സ്വിച്ച് ബോർഡിൽ നിന്നും ഇവിടേക്ക് അനധികൃതമായി വലിച്ച ലൈനിൽ നിന്നും ഷോക്കേറ്റ് അബ്ദുൾ റഷീദിന് മരിച്ചു വീഴുന്ന സാഹചര്യം ഉണ്ടായത്. അതിന്റെ ഫോട്ടോയൊക്കെ, അതായത് അബ്ദുൾ റഷീദ് ഇവിടെ മരിച്ചു കിടക്കുന്നതിന്റെ ഫോട്ടോയൊക്കെ നമ്മളിവർ കാണിക്കുകയുണ്ടായി. പക്ഷെ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല. അനന്തുവിന്റെ മരണം ഒരു തെരഞ്ഞെടുപ്പ് കാലത്താണ് എന്നതാണ് ഇത്രയും വലിയ കോലാഹലങ്ങൾക്ക് വഴിവെച്ചത് എന്നതാണ് ഈ സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. കാരണം അതേപോലെ ഒരു മരണമാണ് ഇവിടെയും ഉണ്ടായത്. പക്ഷെ അന്ന് എവിടെയും ഒരു കോലാഹലവും നമ്മൾ കേട്ടിട്ടില്ല. അബ്ദുൾ റഷീദിന്റെ കുടുംബം നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? ഈ 26-ാം തീയതി പുലർച്ചെ ഇങ്ങനെ ഈ തോട്ടിലൂടെ വന്നപ്പോഴാണ് ഈ തോട്ടിൽ വെച്ചിരുന്ന പന്നിക്കണിയിൽ വെച്ച് പുള്ളിക്ക് ഇങ്ങനെ ഷോക്കേറ്റ് മരിച്ചുണ്ടായത്. ആ സമയത്ത് പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തി അവർ കൊണ്ടുപോയി എന്നല്ലാതെ അവർ ഈ കറണ്ട് പിടിച്ചിട്ടാണ് മരിച്ചത് എന്നുള്ളതിന് KSEBക്കോ അല്ലെങ്കിൽ ഈ പന്നിക്ക് വെച്ച കണിയിലാണ് കുടുങ്ങിയത് എന്നുള്ളതിന് DFOക്കോ ഒന്നും തന്നെ അവർ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ DFO ഓഫീസിൽ പോയ സമയത്ത് അവർ പറയുന്നത് അവർക്ക് റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ അവർക്ക് ഒന്ന് അന്വേഷണം നടത്താൻ പറ്റുള്ളൂ. അന്വേഷണം നടത്തിയാലേ തെളിവ് എടുക്കാൻ പറ്റുള്ളൂ. തെളിവ് കിട്ടിയാലേ അവർക്ക് കേസെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ പറയുന്നത് ഇത്രയും ദിവസം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഞങ്ങൾ അവിടെ ഒന്ന് എന്ത് തെളിവെടുക്കാനാണ്? അവിടുന്ന് പന്നിയുടെ എല്ലോ അല്ലെങ്കിൽ നഖമോ എന്തെങ്കിലും കിട്ടിയാലേ ഞങ്ങൾക്ക് പുള്ളിക്കെതിരെ കേസ്, ഈ വെൽഫെയർ ആക്ട് പ്രകാരം കേസ് എടുക്കാൻ പറ്റുള്ളൂ. അതായത് പോലീസിന് വീഴ്ച പറ്റിയെന്നാണ് ഇവിടുന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം. റിപ്പോർട്ട് അവർക്ക് കൊടുത്തിട്ടില്ല. ഇങ്ങനെ പന്നിയെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചത് എന്നുള്ള റിപ്പോർട്ട് കൊടുത്താലേ അവർക്ക് വന്ന് അന്വേഷിക്കാൻ പറ്റുള്ളൂ എന്നാണ് അവിടുന്ന് ഉദ്യോഗസ്ഥൻ ഞങ്ങളോട് പറഞ്ഞത്. അതുപോലെ തന്നെ KSEBയിൽ പോയി അന്വേഷിച്ചപ്പം അവർ പറയുന്നത് KSEBയിലേക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. അവർ വന്ന് കേസെടുക്കണം എന്നുണ്ടെങ്കിൽ KSEB കേസെടുക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് റിപ്പോർട്ട് കിട്ടണം എന്ന് പറഞ്ഞു. ഇന്നലെ ഇപ്പോൾ പോലീസുകാരനോട് പറഞ്ഞപ്പം അവിടുന്ന് ഇന്നലെ ഞങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് മലപ്പുറത്തേക്ക്, അവിടുന്ന് ആൾ വന്ന് അന്വേഷിക്കും എന്നാൽ ഇത്രയും 15 ദിവസമായിട്ട് 15 പിന്നിടുന്നു. ഈ പ്രദേശത്ത് ഇത് നിരന്തരമായി ഇത്തരത്തിൽ പന്നിക്കണി വെക്കുന്ന സാഹചര്യം ഉണ്ടോ? ഇത് അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾ അറിവില്ല. നാട്ടുകാരൊക്കെ ഇവർ പന്നി സെയിൽ ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു റിപ്പോർട്ടൊക്കെയാണ് എല്ലാവരും പറയുന്നത്. പരസ്പരം മിണ്ടാതെ ആരും ഒരു മടി കൂടി ഒരു വിൽക്കുന്നുണ്ടെന്ന് പറയാനൊരു മടിയുണ്ട് അവർക്ക്. കുറേ ആളുകൾ മേടിച്ചതായിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് പൊതുവെ ഇങ്ങനെ വെച്ചാൽ തന്നെ അവർ പന്നി വന്ന് അതിൽ കുടുങ്ങിയിട്ട് ഇവിടുന്ന് ആരും കാണില്ലല്ലോ. അങ്ങോട്ട് വലിച്ചെടുക്കി അവരത് സേസ് ചെയ്തിട്ട് അവനൊരു ഓട്ടോറിക്ഷ ഉണ്ട്, ഓട്ടോറിക്ഷയിൽ അവൻ വിൽക്കാം. അതുപോലെ തന്നെയാണ് ഇപ്പം ഞങ്ങൾക്ക് മാക്സിമം ഉള്ള ഒരു എതിർപ്പ് എന്താ വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഞങ്ങൾ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ കൂട്ടുപ്രതി ഉണ്ടെന്ന് പറഞ്ഞു. ഈ കൂട്ടുപ്രതി ഉണ്ടെന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞിട്ടില്ലേ, ഈ പ്രതിയെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു കൂട്ടുപ്രതി 2 പേരെ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ പോലീസുകാരെന്താ അറസ്റ്റ് ചെയ്തിട്ടപ്പോൾ അതിപ്പോൾ അതിനുള്ളൊരു സാഹചര്യം ഇല്ല, കിട്ടിയില്ല, തെളിവില്ല, സാഹചര്യം. അതായത് കൂട്ടുപ്രതികളുണ്ട് എന്ന് പ്രതി തന്നെ പറഞ്ഞിട്ടും പോലീസുകാർ അയാളെ പിടികൂടാൻ ഒരു നടപടിയും സ്വീകരിച്ചില്ല. ഒരു നടപടിയും പോലീസ് സ്വീകരിച്ചിട്ടില്ല. ഇതുവരെയായിട്ടും അവർ തീർച്ചയായിട്ടും വന്നിട്ടും കൂടിയില്ല. അന്ന് വന്നുകാണ്ട് അവരെ അറസ്റ്റ് ചെയ്യാൻ, അവരെ ചോദ്യം ചെയ്യാൻ കൊണ്ടുപോവുകയൊന്നുമില്ല. ഇവന് അറസ്റ്റ് ചെയ്തു എന്നല്ലാതെ അങ്ങനെ കോഴിക്കോട് വെച്ചിട്ടാണ് ഭാര്യ വീടിൻ്റെ ഇതിൽ കൂടെ ഇവിടുന്ന് ഒളിവിൽ പോയേക്കാണ്. വൈഫും അവരും ഇവിടുന്ന് പോയേക്കാണ്. പിന്നെ അവരെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് അറിഞ്ഞത്. വേറെ ഇതിനെ പറ്റിയിട്ട് ഒരു കൂടുതൽ അന്വേഷണങ്ങളോ കാര്യങ്ങളോ